ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡിയർ സൊല്യൂഷൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസാക്ഷൻ ലോക്കിംഗ് എന്ന മൊഡ്യൂളിനെ കുറിച്ചാണ്. ട്രാൻസാക്ഷൻ ലോക്കിംഗ് എന്ന് പറയുന്നത് ഓരോ മൊഡ്യൂൾസിന് നമുക്ക് ഓരോ ഡേറ്റിൽ മന്ത് എൻഡിൽ ട്രാൻസാക്ഷൻസ് എൻഡ് ചെയ്തതിന് ശേഷം ആ ഡേറ്റിൽ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സോഹോ ബുക്സിൽ രണ്ട് രീതിയിലാണ് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, ഈച്ച് ഓഫ് ദ മൊഡ്യൂൾസിനെയും നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. എല്ലാ മൊഡ്യൂൾസിനും സിംഗിൾ ഡേറ്റിൽ നമുക്ക് ട്രാൻസാക്ഷൻസ് ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. അക്കൗണ്ട് മൊഡ്യൂളിൽ ക്ലിക്ക് ചെയ്യുക. ലിസ്റ്റ് ഔട്ട് ആകുന്ന ലിസ്റ്റിൽ നിന്നും ട്രാൻസാക്ഷൻസ് ലോക്കിംഗ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് സെയിൽസ്, പർച്ചേസ്, ബാങ്ക്സ് ആൻഡ് അക്കൗണ്ട് മൊഡ്യൂൾസ് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൽ സെയിൽസിൽ ഇൻവോയ്സ്, ക്രെഡിറ്റ് നോട്ട്, ഇൻവോയ്സ് പേയ്മെന്റ്സ്, കസ്റ്റമർ പേയ്മെന്റ്, ബിൽസ് ഓഫ് സപ്ലൈ ആൻഡ് ക്രെഡിറ്റ്സ് ആണ് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നത്. റെക്കറിംഗ് ഇൻവോയ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോക്ക് ആവത്തില്ല. സെയിം ആസ് ദ പർച്ചേസ്. റെക്കറിംഗ് എക്സ്പെൻസസുകളാണ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ലോക്ക് ആവത്തില്ല. ബാങ്കിങ്ങിൽ നമുക്ക് ട്രാൻസാക്ഷൻസ് ഇൻവോയ്സിന് അഗൻസ്റ്റ് ആയിട്ട് പേയ്മെന്റ് റിസീവ് ചെയ്യാനോ ബാങ്ക് ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യാനോ പറ്റില്ല. അക്കൗണ്ട് മൊഡ്യൂൾസിൽ ജേർണൽസ്, ബേസിക് കറൻസീസ് ഒന്നും അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും പറ്റില്ല നമുക്ക്. പിന്നെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഈച്ച് ഓഫ് ഓരോ മൊഡ്യൂൾസ് വീതം നമുക്ക് ലോക്ക് ചെയ്യാം. ഇതിൽ എല്ലാ മൊഡ്യൂൾസും സിംഗിൾ ഡേറ്റിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ സ്വിച്ച് ടു ലോക്ക് ഓൾ ദ ട്രാൻസാക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ട്രാൻസാക്ഷൻ ലോക്കിൻ്റെ അടുത്തുള്ള ലോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിലേക്ക് നമുക്ക് ലോക്ക് ഡേറ്റ് മെൻഷൻ ചെയ്യണം. 31st നമ്മൾ ലോക്ക് ചെയ്യുന്നതാണെങ്കിൽ 31st എന്നുള്ള ഡേ കൊടുക്കുക. അതിൻ്റെ ഡേറ്റ് എൻ്റർ ചെയ്യുക. അതിൻ്റെ റീസൺ മെൻഷൻ ചെയ്യുക. അതിൻ്റെ ലോക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ എല്ലാ മൊഡ്യൂൾസിനെയും ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ഇൻവോയ്സ് ജനറേറ്റ് ചെയ്ത് നോക്കിയാൽ ഇൻവോയ്സ് ഡ്രാഫ്റ്റിംഗ് മോഡിലായിരിക്കും കിടക്കുന്നത്. നമുക്കത് മാർക്കാസ് എൻഡിലേക്ക് റിഫ്ലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. മാർക്കാസ് എൻഡിലാണ്, ഡ്രാഫ്റ്റിംഗ് മോഡിലാണ് കിടക്കുന്നത്. നമ്മൾ മാർക്കാസ് എൻഡിൽ കൊടുക്കുമ്പോൾ നമുക്കൊരു നോട്ട് വരും, ട്രാൻസാക്ഷൻസ് ഹാസ് ബീൻ ലോക്ക്ഡ് എന്ന് പറഞ്ഞ് ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും.